ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തേതെന്ന് പറയുന്നത് നമ്മൾ വിളവെടുത്ത മഞ്ഞൾ പൊടിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ശാലു കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ എല്ലാം അതത് സമയം നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് മഞ്ഞൾ പൊടിക്കുന്ന ഓരോ സ്റ്റെപ്പായിട്ട് നോക്കാം. അപ്പോൾ ഞാനൊരു ബക്കറ്റിൽ അത്യാവശ്യം വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു അരഭാഗം വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വിളവെടുത്ത മഞ്ഞളാണ്. ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. ഈ ഒരു വെള്ളത്തിലല്ല, ഒരു 4 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. കഴുകിയെടുക്കുമ്പോൾ നല്ല വൃത്തിയായി കിട്ടണം. ഇതിൻ്റെ ഇടയിലെ മണ്ണും അഴുക്കും എല്ലാം പോകണം. മണ്ണിനടിയിൽ കിടന്നതല്ലേ. അപ്പോൾ ഇത് ഞാൻ ചാക്കിലാണ് നട്ടിട്ടുണ്ടായിരുന്നത്. ചാക്കിൽ നട്ട് മതിലിൻ്റെ പുറത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. തറയിലാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഒത്തിരി നമുക്ക് കിട്ടിയേന. അപ്പോൾ തറയിൽ ഭയങ്കര എലിശല്യമാണ്. അത് കാരണമാണ് മുകളിൽ ചാക്കിൽ നട്ട് വെച്ചത്. ഇപ്പം മഞ്ഞൾ ഒരുപാടുണ്ട്. നമ്മൾ അരിഞ്ഞെടുത്ത് ഉണക്കിയൊക്കെ വരുമ്പോൾ ഇച്ചിരിയേ കാണുള്ളത്. എന്നാലും നമുക്ക് വീട്ടിലുള്ള മഞ്ഞൾ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ തറയിലൊക്കെയാണ് നടുന്നതെങ്കിൽ ഇതിനെക്കാട്ടി ഒത്തിരി മഞ്ഞൾ കിട്ടും. അപ്പം കൂടുതൽ കാലം ഉപയോഗിക്കാനും സാധിക്കും. ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ മതി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാനായിട്ട്. ഇവിടെ 1ാം വെള്ളമെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് 2ാം വെള്ളത്തിലോട്ട് ഇത് മാറ്റുന്നുണ്ട്. രണ്ടാം വെള്ളം കഴുകി എടുത്തിട്ടുണ്ട്. അഴുക്ക് കണ്ടില്ലേ? അത് ഞാൻ ഫോണും വെച്ചുകൊണ്ട് നിന്ന് കഴുകിയാൽ നല്ലതായിട്ട് വൃത്തിയായില്ല. അതുകൊണ്ട് ഫോൺ മാറ്റി വെച്ചിട്ടാണ് ഇത് നന്നായിട്ട് തന്നെ കൈകൊണ്ട് കഴുകിയെടുത്തതാണ്. അപ്പോൾ തന്നെ ഒത്തിരി അഴുക്ക് പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 3ാം വെള്ളത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. 2ാം വെള്ളം കൈകൊണ്ടൊക്കെ അതിൻ്റെ ഇടയിലോട്ടൊക്കെ നല്ലതായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒത്തിരി അഴുക്ക് പോയി കിട്ടിയിട്ടുണ്ട്. അടുത്ത വെള്ളം ഇതുപോലെ കഴുകി മാറ്റി വയ്ക്കാം. ഇതുപോലെ ഞാൻ ഒരു വെള്ളവും കൂടെ കഴുകി എടുത്തപ്പോൾ കാണുന്നതാണ് ഈ ഒരു മഞ്ഞൾ. അപ്പോൾ ഇതിൻ്റെ അഴുക്കെല്ലാം പോയി നല്ലതായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ വലിയ കഷ്ണവും ചെറിയ കഷ്ണവും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ഇട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. തിളപ്പിച്ചെടുക്കുക, പുഴുങ്ങിയെടുക്കുക എന്നൊക്കെ പറയും. നമുക്ക് അടുത്ത സ്റ്റെപ്പാണ്. ഇനി ഈ വലിയ കഷ്ണങ്ങളെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ വലുത് നമുക്ക് പുഴുങ്ങിയെടുക്കുമ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരുപാട് കുക്കാവാനും പാടില്ല. അത്യാവശ്യം നമ്മൾ ഒടിക്കുമ്പോൾ കൈ കൊണ്ട് ഒടിക്കുമ്പോൾ ഒടിഞ്ഞു കിട്ടണം. ആ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടാൽ 2 വേവായി പോവും. അതുകൊണ്ടാണ് ചെറിയ കഷ്ണം പ്രത്യേകവും വലിയ കഷ്ണം പ്രത്യേകമായിട്ട് മാറ്റിയിട്ട് പുഴുങ്ങിയെടുക്കുന്നത്. വലിയ കഷ്ണം റെഡിയായി കിട്ടാൻ കൂടുതൽ സമയമെടുക്കും. ഇത് ഉണക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. സാധാരണ ഞാൻ പുളിഞ്ചിക്കൊക്കെ ഉണക്കാനായിട്ട് 2 ദിവസം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് പുറത്തേക്ക് വയ്ക്കാതെ അതില്ലാതായി പോകുന്നതാണ് പതിവ്. പക്ഷെ ഇപ്രാവശ്യം എന്തായാലും ഞാൻ മഞ്ഞൾ ഉണക്കി പൊടിച്ചെടുത്തു. ഉള്ള സ്ഥലത്ത് ഒരു 5-6 ഗ്രോ ബാഗിലൊക്കെ മഞ്ഞൾ നട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട മഞ്ഞൾ കിട്ടും. അപ്പോൾ വലിയ കഷ്ണമെല്ലാം സെപ്പറേറ്റ് മാറ്റിയിട്ടുണ്ട്. ഇനി ചെറിയ കഷ്ണത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മുങ്ങി നിൽക്കണം, ആ ഒരു രീതിക്കാണ് വെള്ളം വയ്ക്കേണ്ടത്. ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് വേണ്ടത്. ഞാനിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് തിളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് തിളച്ച് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കേണ്ട ആവശ്യമേ ഉള്ളൂ. തിളച്ച് ഊറ്റിയെടുത്തതാണ് ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒടിക്കുമ്പോൾ ഒടിഞ്ഞു കിട്ടണം. വെന്ത് പോയാൽ ഇതുപോലെ ഒടിഞ്ഞു കിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് വെന്ത് പോകാൻ പാടില്ല. അപ്പോൾ വലിയ കഷ്ണവും ഇതുപോലെ തന്നെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കൂടുതൽ സമയം പുഴുങ്ങിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ മഞ്ഞൾ കഷ്ണങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞാണ് ഞാൻ ഉണക്കുന്നത്.
അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. മിക്സിയുടെ ജാറിൽ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാനും സാധിക്കും. സാധാരണ കൂടുതലും ആളുകൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ ഇട്ട് ഉണക്കുകയാണ് ചെയ്യുന്നത്. അത് കൂടുതൽ സമയം എടുക്കും ഉണങ്ങി കിട്ടാനായിട്ട്. അതും മില്ലിലൊക്കെ കൊണ്ടുപോയി അത് പൊടിക്കാനായിട്ട് പറ്റും. നമ്മുടെ മിക്സിയുടെ ജാറിൽ പൊടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ പൊടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എല്ലാം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്കണേ, എങ്കിലേ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോകുകയുള്ളൂ. അപ്പോൾ ഈ ചെറിയ സൈസിലുള്ള മഞ്ഞളെല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. ഇനി എടുക്കാൻ പോകുന്നത് വലിയ സൈസിലുള്ള മഞ്ഞളാണ്. അതും പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഈ സൈഡിലെ വേരും അതിൻ്റെ കുറച്ചൊന്ന് തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയാം. അത് കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള ഭാഗമാണ്, അതുകൊണ്ടാണ് ചെത്തിക്കളയുന്നത്. ചെറിയ കഷ്ണമൊന്നും അങ്ങനെ ചെത്തിക്കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. ആ ഒരു വേരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. കുറച്ച് പാടാണ്, എങ്കിൽ പോലും നമ്മൾ വിളവെടുക്കുന്നത് ഉണക്കി പൊടിച്ചെടുക്കുമ്പോഴേക്കും അത് അപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. നമ്മുടെ ചാനലിൽ കൃഷി വീഡിയോയും റെസിപ്പി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇവിടെ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് കിട്ടിയിട്ടുള്ള വലിയ കഷ്ണം. ഇനി ഇത് ചെറുതായിട്ട് നമ്മൾ ആദ്യം ചെറിയ മഞ്ഞ അരിഞ്ഞെടുത്തില്ലേ, അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ അരിഞ്ഞെടുക്കാം, എങ്കിലേ പെട്ടെന്ന് ഉണക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് മുഴുവനായിട്ടിട്ട് ഒരുപാട് ദിവസം ഉണങ്ങാൻ എടുക്കുകയും ചെയ്യും. മാത്രമല്ല അത് നമ്മൾക്ക് മിക്സിയിൽ പൊടിക്കാൻ പറ്റില്ല, അത് മില്ലിൽ കൊടുത്ത് പൊടിക്കാനേ പറ്റുകയുള്ളൂ. ഇനി ഇത് ഉണക്കാൻ വെക്കലാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിന് മുകളിലേക്ക് പേപ്പർ ഇട്ടിട്ടാണ് എല്ലാം നിരത്തിയിട്ട് ഇതുപോലെ ഉണക്കിയെടുക്കുക. ഒരു 4 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടിയായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതെല്ലാം നമ്മൾ ഉണക്കിയെടുത്തപ്പോൾ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റി പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ചെറിയ സൈസിലുള്ള ഒരു ജാറാണ് എടുത്തിട്ടുള്ളത്. വലുതിലും പൊടിച്ചെടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും, അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തത്. ഞാനിത് പൊടിച്ചെടുത്ത സമയം ജാർ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ പല തവണയായിട്ടാണ് പൊടിച്ചെടുത്തത്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് കണ്ടില്ലേ. ഇനി ഇതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനൊരു അരിപ്പ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പൊടിച്ച് വെച്ച മഞ്ഞൾപ്പൊടി തട്ടിക്കൊടുക്കാം. ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലുള്ള ബാക്കിയുള്ള തരികൾ അടുത്ത് പൊടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്ത് ഇട്ട് പൊടിച്ചെടുത്താൽ മതി. ഫൈനലി മഞ്ഞൾപ്പൊടി എല്ലാം ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. അപ്പോൾ കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കൃഷി ചെയ്ത് നമുക്കിതുപോലെ വിളവെടുത്ത് നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.